ഒരു വട്ടം ഈ കുക്കുംബർ അരിഞ്ഞതും പിന്നെ വറ്റൽമുളകും കൂടെ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഈ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ നിങ്ങളിത് സ്ഥിരമാക്കും കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതേപോലൊരു കുക്കുംബർ എടുത്ത് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ദാണ്ടെ ഇതുപോലെ. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കുറച്ച് ഉഴുന്നിട്ടിട്ട് വറ്റൽമുളകും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കണം. ഇനി അത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഒരു കുഞ്ഞ് സവാള അരിഞ്ഞതും പിന്നെ നമ്മൾ കുക്കുംബർ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്തോളൂ. ഇനി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഒന്നങ്ങ് വഴറ്റിയെടുത്ത് അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി വരണം. കളർ ഒന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് എന്നിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരുന്നതാണ് ഇതുപോലെ. ഇനി എന്താണ് ഇതിനെ ഒരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ഒരു കുക്കുംബർ ചട്നിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ടേസ്റ്റിനോട് അഡിക്റ്റ് ആവും. പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ ഇതാവും ട്ടോ കറി. അപ്പൊ എങ്ങനെയാ ട്രൈ ആക്കല്ലേ?